കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാം പുതുമുഖങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 72-ാം വാർഡ് അത്താണിക്കലിൽ വന്നിരിക്കുന്നത് ഒരു ഗായകനാണ് എന്നുള്ളതാണ്. ഗായകനായിട്ടുള്ള ടി പ്രശാന്താണ്. പ്രശാന്ത് തറമ്മലാണ് UDF സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. പ്രശാന്തിനെ പല ചാനൽ ഷോകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രശാന്ത്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്കൾ ഗായകനാണ്, ഒപ്പം തന്നെ പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി നേട്ടത്തെ കാണുന്നത്? സ്ഥാനാർത്ഥി നേട്ടത്തെ വളരെ ഞാൻ സന്തോഷത്തോടെ കൂടി കാണുന്നത്. കാരണം നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ ഇപ്പോഴുള്ള ഒരവസ്ഥ, പ്രത്യേകിച്ച് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മളെ കോഴിക്കോട് ടൗൺ ഹാളിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ഇടയ്ക്കിടയ്ക്ക് പെയിൻ്റ് അടിക്കും, ഓരോന്ന് മാറ്റുന്നല്ലാണ്ട് അവിടെ വാടക കൂട്ടിയിട്ട് ഇപ്പോൾ പരിപാടി തന്നെ വളരെ കുറവാണ്. പണ്ട് നമ്മൾ കോഴിക്കോട് ബസ്സിനൊക്കെ വരികയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 7 പരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പം പരിപാടിക്ക് ഇവർ വാടക കൂട്ടിയിട്ട് ഈ പൈസയൊക്കെ നമുക്ക് ആദ്യം അഡ്വാൻസ് കൊടുക്കണം. അഡ്വാൻസ് കൊടുത്താൽ തിരിച്ച് കിട്ടാൻ 4 ദിവസം പിന്നെയും കോർപ്പറേഷൻ്റെ കൂടെ നടക്കണം. അപ്പം കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു എഫക്റ്റ് ചെയ്ത സാധനങ്ങളാണ്. കോവിഡ് സമയത്താണെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ ഒരു 72-ാം വാർഡിൽ നിന്ന് മത്സരിച്ച് നമ്മുടെ കോർപ്പറേഷന് വേണ്ടിയിട്ട് UDF സ്ഥാനാർത്ഥിയായിട്ടാണുള്ളത്. ഈ നിലവിൽ അത്താണിക്കൽ വാർഡ് എന്ന് പറയുന്നത് BJPയുടെ കയ്യിലുള്ള ഒരു വാർഡാണ്. അത് കോൺഗ്രസിന് ഇത്തവണ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷ? തീർച്ചയായിട്ടും. കാരണം അവിടുത്തെ പ്രവർത്തകരെല്ലാം തന്നെ അത്രയും ഒരു ഭയങ്കര സെറ്റപ്പിലാണുള്ളത്. കാരണം അവരൊക്കെ അതിന് വേണ്ടിയിട്ട്, ഞങ്ങളൊക്കെ അതിന് വേണ്ടി എന്നോ വർക്ക് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞങ്ങൾ മുഴുവൻ സമയം വാർഡിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തായാലും വാർഡ് തിരിച്ചു പിടിക്കും, ഒരു സംശയം വേണ്ട. ഈ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പാട്ടുപാടിയിട്ടാണോ വോട്ട് നേടാൻ പോകുന്നത്? പാരഡി ഗാനങ്ങളും അവിടെ ഉണ്ടാവും? പാരഡി ഗാനങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ പാട്ട് പാടുന്നതിനേക്കാൾ ഉപരി നമുക്ക് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ശോചനീയ അവസ്ഥ, അതാണ് മെയിനായിട്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ എൻ്റെ പാട്ടുകളാണെങ്കിലും എൻ്റെ റീൽസുകളാണെങ്കിലും ചെയ്യുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. ഇപ്പോൾ കാരപ്പുറമുള്ള വീഡിയോ വൈറലായത് തന്നെ അങ്ങനെയാണ്. ജനങ്ങൾ സാറ് കണ്ടിട്ടില്ലേ, അതിൽ പോകുമ്പോൾ നമുക്ക് ഒരു കുട പിടിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഭയങ്കര വൈറലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥി ആവുന്നതിന് മുൻപ് ചെയ്ത റീലാണത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ സാധാരണ ഒരു പൊതുജനം എന്നുള്ള നിലയിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അധികാരികളിലേക്ക് എത്തിക്കുക. അതിനുള്ള റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇട്ട് 3 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ പോയി നോക്കിയാൽ കാണാം അവിടെയുള്ള സർവേ കുറ്റി മുറിച്ച് മാറ്റി. അവിടുത്തെ ഒരു സർവേ കുറ്റി ഉണ്ടായിരുന്നു, നടന്നു പോകുമ്പോൾ കാലുണ്ട്, അത് മുറിച്ച് മാറ്റി. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടായ പ്രവർത്തനത്തോടു കൂടി വാർഡ് തിരിച്ചു പിടിച്ചാൽ എന്തായാലും അതാണ് മെയിനായിട്ടുള്ളത്. പാട്ടൊക്കെ അതിൻ്റെ കൂടെയുള്ള ഒരു സംഭവം മാത്രം. നമുക്ക് അവസാനം ഒരു പാരഡി ഗാനായാലോ? പാരഡിക്കാൻ ഓൾറെഡി പാടിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കൊറോണ സമയത്ത് ഞാൻ 2-3 വരി എഴുതിയിട്ടുണ്ടായിരുന്നു. ലോക്ക്ഡൗണിൽ വീട്ടിൽ ഇരിക്കും നേരം വെയിലൊന്നും കൊള്ളാതെ ഗ്ലാമറായി, വെയിലത്ത് ജോലിക്ക് പോയ നേരം കളറെല്ലാം മങ്ങിക്കറുത്തിരുന്നു, ബ്യൂട്ടി പാർലർ പൂട്ടിപ്പോയി, ചില പെണ്ണുങ്ങളൊക്കെയും പെട്ടുപോയി. അങ്ങനെയുള്ള ഒരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പാരഡിയിലൂടെ ഉഷാറാവട്ടെ, വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്നായി പ്രവർത്തിക്കുക. ഓക്കെ. പ്രശാന്ത് ഗായകനാണ്, ഇപ്പോൾ സ്ഥാനാർത്ഥിയായി. ഇനി വലിയ വിജയം നേടുമെന്നുള്ളത് തന്നെയാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള കലാകാരന്മാർ ഇനിയുള്ള പട്ടികയിലും ഉണ്ടാകുമെന്നാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.